എൻ്റെ പേര് ജിതിൻ. എനിക്കിപ്പം ഏകദേശം 25 വയസ്സുണ്ട്. കോളേജും പഠനം എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ജോലിക്ക് കയറി. അവിടെ നിന്ന് ആദ്യത്തെ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അന്നേരം തന്നെ മുതലാളി പറഞ്ഞു നേരെ ക്ലയന്റിന്റെ വീട്ടിൽ പോയി സംസാരിക്കണമെന്ന്. അങ്ങനെ രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി. ക്ലയന്റിന്റെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. ഒടുവിൽ ഗൂഗിൾ മാപ്പ് ഇട്ട ആ ഒരു ലൊക്കേഷൻ എത്തിച്ചേർന്നത് ഒരു വലിയ വീട്ടിലേക്കായിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊട്ടാരം പോലൊരു വീട്. ഇതിന്റെ ഗേറ്റ് തുറന്നാൽ എന്തെങ്കിലും പട്ടി എന്തെങ്കിലും ചാടി വരുമോ എന്നൊക്കെ ഭയന്നിട്ടാണ് ഞാൻ ഗേറ്റ് തുറക്കുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മുൻപില് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു എങ്ങോട്ടാണ് എന്ന് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ ഈ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ പറഞ്ഞു എന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെന്നോളൂ, സാർ അവിടെ ഉണ്ട്. ഞാൻ ആ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ വാക്കും കേട്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഫോർച്യൂണർ ആയിരുന്നു. പിന്നെ പലതരത്തിലുള്ള കുറേയധികം കാറുകളും കാര്യങ്ങളും ഞാൻ അവിടെ കാണുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കണ്ണ് മഞ്ഞളിച്ചതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നെ കണ്ട സമയത്ത് തന്നെ ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞു, ആ വന്നോളൂ, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ വിളിച്ചുകൊണ്ട് വരുന്നത്. ആളെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 48 to 50 അത്രയും വയസ്സിന്റെ ഒരു പ്രായം കാണും. അതിൻ്റെ ഇടയിലാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. മുടിയാണെങ്കിൽ ചെറിയ രീതിയിൽ നരച്ചിട്ടുണ്ട്. പിന്നെ മുഖമാണെങ്കിൽ അത്യാവശ്യം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വീടും ഇത്രയും വലിയ കാറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ മാൻ, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ മനുഷ്യൻ എന്ന് പറയാം. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാനങ്ങനെ ഓരോ പ്രോജക്റ്റിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ടീന ഒന്നിഞ്ഞു വന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് വന്ന് നോക്ക്. ആ സമയത്താണെങ്കിൽ ഒരു സ്ത്രീ മേളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരെ കണ്ട സമയത്താണെങ്കിൽ ഞാൻ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹിന്ദി സിനിമയിലെയും സീരിയലിന്റെയും ഒരു ആക്ട്രസിനെ പോലെ. ഏകദേശം ഒരു 32-33 വയസ്സ് തോന്നിക്കും. ഒരു റെഡ് കൂടിയൊരു സാരിയായിരുന്നു വേഷം. മുടിയാണെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്ത് കുറച്ച് നന്നായിട്ടിട്ടേക്കുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് നെറ്റിയിൽ ഒരു സിന്ദൂരക്കുരിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആടയാഭരണങ്ങളും ഇട്ടിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-15 പവൻ തോന്നിക്കും. അങ്ങനെയായിരുന്നു അവരുടെ ഒരു വേഷം. അവിടെ ഇറങ്ങി വരവും ആ നടത്തയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സീരിയൽ നടിയിലെ ആ ഒരു ലുക്കും കാര്യങ്ങളും തോന്നിക്കുന്നുണ്ട്. പിന്നെ ആ ജാടയൊക്കെ മുഖത്തുണ്ട്. ഒരു പ്രൊഫഷണൽ ആണെന്നുള്ള ആ ഒരു മട്ടും ഭാവമൊക്കെ, അതായിരുന്നു അവരുടെ ആ ഒരു ലുക്കും പ്രതീതിയൊക്കെ. അവരെ ഞാൻ കണ്ണെടുക്കാതെ ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷമാണ് ഞാൻ അടുത്തിരുന്ന ക്ലയന്റ് ആയിട്ടുള്ള ആ മനുഷ്യനെ ഒന്ന് നോക്കുന്നത്. ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തനി കൂറയായിട്ടിരിക്കുന്നു. പിന്നെ ആ ഒരു സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ, അദ്ദേഹമാണെങ്കിൽ അത്യാവശ്യം ഡാർക്ക് കളറാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ വെളുത്തു കൊടുത്ത് എന്തോ പാല് പോലുള്ള കളറ്. ആ മനുഷ്യന്റെ മുടിയാണെങ്കിൽ അത് നരച്ച് പാതിയും അത് കഷണ്ടി വന്നിരിക്കുന്നു. ഈ മനുഷ്യന് 50 വയസ്സോളം പ്രായമുണ്ടെങ്കിൽ വെറും 30 വയസ്സുള്ള ഈ ഒരു സ്ത്രീ എങ്ങനെ ഇയാളുടെ ഭാര്യയായി? അത് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് അന്തം വിട്ട് ഞാനിങ്ങനെ ഒരു വെള്ളം കുടിച്ചാണൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ വന്ന് തൊട്ടടുത്ത ആ സോഫയിലേക്ക് ഇരുന്നു. ഞാൻ ഒരു സമയം ഇങ്ങോട്ടൊന്ന് നീങ്ങി മാറിക്കൊടുത്തു. കാരണം അവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കങ്ങനെ ചെയ്യാൻ തോന്നും. അങ്ങനെ ഞാൻ നീങ്ങി മാറിയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഒരു കാലെടുത്ത് അവരുടെ മറ്റേ കാലിന്റെ മേളിലെടുത്ത് വെച്ചു. ഒരു അഹങ്കാരി ലുക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് നോക്കി ശേഷം ആ ഒരു മനുഷ്യനെയും. അപ്പോൾ തന്നെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, നീ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി ഡിസൈഡ് ചെയ്യ് എന്നായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം. അയാൾ അതെല്ലാം പറഞ്ഞു നിർത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന ആ ടാബ് ഞാൻ അവരുടെ കയ്യിലേക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. അവർ ഓരോരോ കാര്യങ്ങളും എടുത്തു നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഓരോന്നും എടുത്തു പറഞ്ഞു, ഇത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്, ഇത് നമുക്ക് എന്തൊക്കെയാലും വേണ്ട, ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ തന്നെ വേണം എന്ന് അവർ നിർബന്ധം പിടിച്ചു. ആ സമയത്ത് ക്ലൈൻ്റ് ആയിട്ടുള്ള ആ മനുഷ്യൻ, അതായത് അയാളായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ക്വാളിറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ നല്ലപോലെ ആവില്ലേ ടീന എന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് അവർ മറുപടി പറഞ്ഞു, പൈസ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധനം നന്നായിരിക്കണം എന്നായിരുന്നു അവരുടെ നിർബന്ധം. ആ ടൈമിൽ എനിക്ക് തന്നെ മനസ്സിലായി ഇങ്ങയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം. ടീന കണ്ടു കഴിഞ്ഞാൽ ഒരു തറവാടി ലുക്കാണ്.
പട്ടുസാരിയും ആഭരണങ്ങളൊക്കെ എടുത്ത് നെറ്റിയിൽ സിന്ദൂരക്കുറി എടുത്ത് ഒരു കുടുംബസ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ ലുക്ക്. പക്ഷേ ആ ഒരു ലുക്സ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളി നല്ല ലുക്സ് തന്നെയാണ്. ഞാൻ ആ നിമിഷം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വാ പൊളിച്ചിങ്ങനെ കേട്ടോണ്ടിരുന്നു. കാരണം അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. നല്ല എഡ്യൂക്കേഷനുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി. ഒടുവിൽ അവർ പറഞ്ഞ എല്ലാ എഗ്രിമെന്റും ഞാൻ സൈൻ ചെയ്തതിനു ശേഷം എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ വെളിയിൽ നിന്ന് കണ്ടു. അതിനുശേഷം ഞാൻ എൻ്റെ ബൈക്കുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം ഹാഫ് ഡേ ലീവായിരുന്നു. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാന്ന് വെച്ചു. പിന്നെ അടുത്ത തിങ്കളാഴ്ച ദിവസം രാവിലെ ആയിരുന്നു ഓഫീസിലേക്ക് ചെന്നത്. അപ്പോഴും ഈ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഇനി കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കാനുണ്ട്. പിന്നെ അവരെ കാണിക്കാനുണ്ട്. ഞാൻ ആദ്യം തന്നെ ആ ക്ലയൻ്റായിട്ടുള്ള ആ മനുഷ്യനെ വിളിച്ചു. ഇങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? സാർ എവിടെയാണ്, ഞാൻ അങ്ങോട്ട് വരാം എന്ന് ചോദിച്ച സമയത്ത് ആൾ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ സ്ഥലത്തില്ല, നിനക്ക് എത്താൻ പറ്റാത്ത ദൂരമാണ്. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, നേരെ വീട്ടിലേക്ക് പൊക്കോളൂ. അവിടെയാണെങ്കിൽ ടീന ഉണ്ടായിരിക്കും, അവളുടെ അടുത്ത് സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവൾ ചെയ്തോളും എന്നായിരുന്നു അയാൾ പറഞ്ഞൊരു മറുപടി. ടീന മാഡത്തിനെ അന്ന് കണ്ടതല്ലാതെ പിന്നെ ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. അന്നേരവും സംസാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ആ ഒരു ചമ്മലും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ചെന്നൊരു സംസാരിക്കാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവരൊക്കെ മുതലാളിമാരാണല്ലോ, അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കണം. പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗമാണ് ഓരോ കാര്യങ്ങളും പോയി സൈൻ ചെയ്യാന്നൊക്കെയത്. അതുകൊണ്ട് തന്നെ ഞാൻ ടീന മാമിൻ്റെ ആ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പതിവ് പോലെ സെക്യൂരിറ്റി ചേട്ടനെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ സെക്യൂരിറ്റി ചേട്ടനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. പട്ടിയൊന്നും ഇല്ലാന്ന് നേരത്തെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു. കാരണം എൻ്റെ വണ്ടിയും കാര്യങ്ങളും ഞാൻ പുറത്ത് വെച്ചേക്കാണ്. ആ ഗേറ്റ് തുറന്നാൽ മാത്രമേ എനിക്ക് വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. ഇത് നടന്നു പോകാനുള്ള ഒരു സ്പേസാണ് ആ ഗേറ്റിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് തുറന്നിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയതൊക്കെ. കുറച്ച് ദൂരമുണ്ട് നടക്കാനും കാര്യങ്ങളൊക്കെ. വണ്ടി ഞാൻ ഒരു തണലത്തായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ നടന്നു പോകുമ്പോഴും ആ വീടിന്റെ ഭംഗി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. എത്ര വലിയ വീടാണ്! ഇങ്ങനൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വർഷം കിടന്ന് ജോലി ചെയ്യേണ്ടി വരും, എന്നാലും മതിയാവില്ല ഇങ്ങനൊരു വീട് വെക്കാൻ. ഒരു ആയുസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ നിമിഷ നേരം കൊണ്ട് ബിസിനസ്സുകാരുണ്ടാക്കിയത്. എല്ലാം ടീന മാമിന്റെ ഒരു ബുദ്ധിയും കാര്യങ്ങളാണെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം സാറിന് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ലെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീടിന്റെ സിറ്റൗട്ടിലെത്തി. വീടിന്റെ സിറ്റൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിന്റെ മേളിൽ കയറിയതിനു ശേഷം വേണം കോളിംഗ് ബെൽ അടിക്കാൻ. അതാണെങ്കിൽ ഒരു കടമ്പ തന്നെയാണ്. ഞാൻ കോളിംഗ് ബെൽ അടിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ആരും ഇറങ്ങി വന്നൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ നിന്നു. അതിനുശേഷം തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഡോറിൽ ചെറുതായിട്ടൊന്ന് മുട്ടി. ടീന മാം ഇനി ഞാനൊന്ന് വിളിച്ചു നോക്കി. എന്നിട്ടും ഡോറ് തുറക്കുന്നില്ലായിരുന്നില്ല. കാരണം വലിയ വീടാണ്, ഒരു പാലസ് പോലത്തെ. ഇനി അവിടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ തുറക്കില്ല. അങ്ങനെ വിളിച്ച് വിളിച്ച് സഹികെട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഹോളിംഗ് ബെൽ അടിച്ചു. പെട്ടെന്ന് ദാ വരുന്നു എന്ന് ഒരൊച്ച ഞാൻ കേട്ടു. അതാണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്നായതുകൊണ്ട് തന്നെ അകത്തുനിന്ന് കേട്ട ഒച്ചയാണോ പുറത്തുനിന്ന് കേട്ട ഒച്ചയാണോ എനിക്ക് തന്നെ മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഞാൻ കാത്തു നിന്നു ടീന മാമിന്റെ ആ ഒരു വരവിനായിട്ട്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആ വാതിൽ തുറക്കുന്ന ഒരൊച്ച കേട്ടു, കപ്പയും എന്നൊരു സൗണ്ട്. അപ്പോൾ തന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളും പിന്നെ പേനയും പിന്നെ ടാബും എല്ലാം എടുത്ത് ഒതുക്കി വെച്ചു. ശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫയലുള്ള കാര്യങ്ങൾ 1-2 സൈൻ ചെയ്യണം. പിന്നെ പുതുക്കിയ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ മാഡത്തിന് കാണിക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം പെട്ടെന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പോകായിരുന്നു എന്നൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ വന്നത്. പക്ഷേ ആ ഒരു വീട്ടിന്റെ സ്ഥലത്തെത്തിയ സമയത്ത് എനിക്ക് നല്ല ചെങ്കിടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ലായിരുന്നു, ഒരു ഉൾഭീതി, ഒരു ടെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ സാറുണ്ടായിരുന്നു. സാറിന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സൈൻ ചെയ്ത് തരുന്നതാണ്. പക്ഷെ മാഡം അങ്ങനെയല്ല, എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്, നല്ല എഡ്യൂക്കേഷനും എല്ലാം ഉള്ള ആള്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സൈൻ കിട്ടുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടീന മാം എന്തൊക്കെയാലും നോക്കിയിട്ട് മാത്രമേ സൈൻ ചെയ്തുള്ളൂ. അതൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ മാഡം ഒറ്റയ്ക്ക് തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അടിവയറ്റിൽ എന്തോന്ന് പോലെ എനിക്കിങ്ങനെ തോന്നി.
അങ്ങനെ ഞാൻ കാത്തു കാത്തു നിന്ന് ടീന മാമ് ആ കതക് തുറന്നു. കതക് തുറന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അത് മറ്റൊന്നും ആയിരുന്നില്ല, ടീന മാഡം ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സുന്ദരിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അന്ന് കണ്ട പട്ടുസാരി പോലുള്ള ഡ്രസ്സും കാര്യങ്ങളും ആയിരുന്നില്ല അന്ന സമയത്തെ വേഷം. ഒരു മോഡേൺ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഏതോ ഇംഗ്ലീഷ് സിനിമാസിലും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ആരൊക്കെയോ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഒരു ബോളിവുഡ് ഹിന്ദി സിനിമാ നടി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് ടീനമ്മ ആണെന്നുണ്ടെങ്കിൽ നേരെ അടിപൊളി ഒരു ഹോളിവുഡ് നടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് പെട്ടെന്ന് ഷോക്കായി പോയത്. പെട്ടെന്ന് ഞാനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന സമയത്ത് ടീന മാം എന്നെ നോക്കിയിട്ട് എന്തു പറ്റി, കയറുന്നില്ലേ, വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ടീന മാം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെയാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. ഹസ്ബൻഡ് ആണെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഏതൊക്കെയാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം, അത് കഴിഞ്ഞിട്ടേ ഞാൻ സൈൻ ചെയ്തെടുത്തോളൂ എന്ന് ടീന മാം പറഞ്ഞു. ആ ടൈമിലാണെങ്കിൽ എനിക്ക് നെഞ്ചിൽ ഒരു പേടി വന്നു. അയ്യോ, സൈനിങ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ആകെ പണിയാവും, ഇനി മൊത്തത്തിൽ പുതുക്കി ചെയ്യണമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാനും ടീന മാമും രണ്ട് സോഫയിലിരുന്നു. ആ ടൈമിൽ തന്നെ ടീന മാം എൻ്റെ അടുത്ത് പറഞ്ഞു, താനെന്തിനാ അവിടെ പോയിരിക്കുന്നത്, ഇവിടെ വന്നിരുന്നോളൂ, എനിക്കാണെന്നുണ്ടെങ്കിൽ കംഫർട്ടായിട്ട് പറയാമല്ലോ, എന്താണെങ്കിലും ശരി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവിടെ ഒരു ഡബിൾ സൈഡ് സോഫ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരറ്റത്തായിരുന്നു ടീന മാം ഇരുന്നത്. അതിലേക്കാണ് ടീന മാം എന്നെ വിളിച്ചത് തൊട്ടടുത്തിരിക്കാനായിട്ട്. കാരണം എന്തൊക്കെയാണെങ്കിലും പറഞ്ഞു കൊടുക്കാനും പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ടീന മാം എന്നെ വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെന്നിരുന്ന സമയത്ത് തന്നെ ടീന മാം ഓരോ കാര്യങ്ങളും ടാബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ ഡിസൈൻ കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാൻ പറ്റില്ലേ എന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാക്സിമം ശ്രമിച്ചു നോക്കി മാഡം, ഇത് അത്രയും പറ്റുന്നില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ടീന മാം ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണു. മറ്റൊന്നും ആയിരുന്നില്ല, അത്രയും നേരം വളരെ പ്രൊഫഷണലായിട്ടും പിന്നെ ആ ഒരു ടൈം വരെ നല്ല ആ ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ടീന മാം ഒന്ന് ചിരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ആ ടൈമിൽ തന്നെ എനിക്ക് നല്ല ആശ്വാസം തോന്നി. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഇതും കാര്യങ്ങളും കൂടെ കുറച്ചൊന്ന് സെറ്റാക്കി എടുക്കണം എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ടീന മാമിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഇതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം, ഇനിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തന്നെ ടീന മാം പറഞ്ഞു, ഈ ഒരു വർക്കിൻ്റെ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തു തരത്തില്ല, അതെല്ലാം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് തന്നെ ടീന മാമിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ നിമിഷം ടീന മാമിൻ്റെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, മാഡം എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, പിന്നെ ഈ ഒരു കാര്യങ്ങളാണെങ്കിൽ ഇനിയാണെന്നുണ്ടെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് എന്തെങ്കിലും എക്സ്പെർട്ടിനെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ടീന മാം ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിലും അത് ജോലിയിൽ പ്രശ്നമാണ്. ഞാൻ മാഡം പറയുന്ന കാര്യങ്ങൾ കേട്ടോളാം, പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക്സോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് ചെയ്തു തരാം, അത് കമ്പനി അറിയാതെ തന്നെ എന്നൊക്കെ ഞാൻ ടീന മാമിൻ്റെ അടുത്ത് പറയുമ്പോൾ ടീന മാം പറഞ്ഞു, അതൊന്നും നടക്കില്ല മോനെ, ഇതെല്ലാം ശരിയാക്കണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടീന മാം ഒരു നിശബ്ദമായിട്ട് ഇങ്ങനെ നിന്നു. അപ്പം തന്നെ ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് ആ ഒരു മുഖഭാവം കണ്ടിട്ട് എനിക്കിങ്ങനെ തോന്നിയത്. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ടീന മാം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നിനക്കൊരു കാര്യം ചെയ്തൂടെ, എനിക്ക് ഒരു കമ്പനി തന്നോ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം നിന്നെക്കൊണ്ട് ഒരു കമ്പനി തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ മോനെ. അപ്പോൾ നീ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു കമ്പനിയൊക്കെ തന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം എന്ന് ടീന മാമിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. പക്ഷേ ഓഫീസിൽ വിളിച്ചിട്ട് കുറച്ച് ലേറ്റാവും എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി, വേറെ ബുദ്ധിമുട്ടുകളും കാര്യമൊന്നുമില്ല, നീ ജസ്റ്റ് ഒന്ന് കമ്പനി കൊടുത്താൽ മാത്രം മതിയല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്തായിരിക്കും നീ എത്ര ടൈം വരെ ഞാൻ ഇവിടെ നിൽക്കണം എന്നൊക്കെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ടീന മാം എന്നെ നോക്കി. ഞാൻ ഒരു നിമിഷം ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ആ നിഷ്കളങ്കമായ പുഞ്ചിരിയിലാണെങ്കിൽ ടീന മാമും അതേപോലെ തന്നെ എനിക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും അങ്ങനെ ഒരു കംഫർട്ട് ഫീലിങ്സ് കൊടുക്കേണ്ടത്, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഞാനൊരു കമ്പനിയായിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ടീന മാം എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് പാട്ട് പാടാൻ അറിയോ? പാട്ട് പാടാൻ എനിക്ക് തീരെ അറിയില്ല, പിന്നെ നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ?
എന്ന് ചോദിച്ച സമയത്ത് ടീന മാം എന്നെ കളിയാക്കണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ടീന മാം ചിരിക്കുന്നുണ്ടായിരുന്നു. കളിയാക്കൊന്നുമില്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ നിനക്ക് ഡാൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടേ എന്നൊക്കെ ടീന മാം എൻ്റെ അടുത്ത് ചോദിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല മാഡം. ഓക്കെ ഓക്കെ, പിന്നെ നിനക്ക് എന്താ ഒരു കഴിവോ കാര്യങ്ങളോ ഉള്ളത്, എന്താ ഒരു ടൈം പാസിന് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു ഒരു പാഷൻ എന്ന രീതിയിലാണെങ്കിൽ എനിക്ക് കുക്കിംഗ് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓ, കുക്കിംഗ് ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്നെങ്കിൽ പിന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. കുക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് അടുക്കളയിലേക്ക് വലിച്ചുകൊണ്ട് പോയി ടീന മാം. നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്തോ എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരു അടപ്രഥമനായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും സെറ്റാക്കി തരാം, കുറച്ച് സമയം മതി എന്നുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഒരു അടപ്രഥമൻ പായസം ഉണ്ടാക്കി ടീന മാമിനെ കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അത് രുചിയോടെ ടീന മാം കുടിച്ചിട്ട് പറഞ്ഞു, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നിന്റെ ആ ഒരു കാര്യങ്ങൾ എല്ലാം സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ആദ്യത്തെ സൈൻ ഞാൻ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ സൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള പേപ്പറും കൂടെ നോക്കി, ഇതിൽ ഇനി സൈൻ ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടീന മാം തന്നെ പറഞ്ഞു, അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അത് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് ടീന മാം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇനി അടുത്ത എന്തായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ തന്നെ ടീന മാം അടുത്ത ജോബും കൊണ്ട് വന്നു. വേറെ ഒന്നുമല്ലായിരുന്നു, ടീന മാമിന് ആമ്പിളാരെ കൊണ്ട് കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരു പാഷൻ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ആൺകുട്ടികളൊന്നും അങ്ങനെ ജോലി ചെയ്യുന്നൊന്നുമല്ല, അതിൻ്റെയൊക്കെ ആയിരിക്കും ഒരു തരിതരിപ്പ്. അപ്പൊ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഡ്രസ്സ് ഞാൻ എൻ്റെ തന്നെ വാഷ് ചെയ്യാറ്. ഓക്കെ, ഒരു ജസ്റ്റ് സെർവൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്തു തരണം. എൻ്റെ കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളും അവിടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്, അതിൽ നിനക്ക് ഇഷ്ടമുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് അതുകൊണ്ട് വാഷ് ചെയ്തുകൊണ്ട് വാ, നിനക്ക് ഒക്കുന്ന രീതിയിൽ മതി, ചെറിയ രീതിയിൽ അത് വൃത്തിയാക്കി കിട്ടണം എന്ന് മാത്രമേ ടീന മാം എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. അപ്പോൾ കൂട്ടത്തിലെ ചെറുതായിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ടീന മാമിൻ്റെയും ആ അങ്കിളിൻ്റെയും എന്തൊക്കെയോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നു. അത് കാണിച്ച സമയത്ത് ആ ഒരു ടാസ്കും നീ പൂർത്തിയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് രണ്ടാമത്തെ സൈനും കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടീന മാം രണ്ടാമത്തെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ആ സമയത്ത് എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. ഇനി ഫൈനലായിട്ടുള്ള ഒരേ ഒരു കാര്യമായിരുന്നു, അതായിരുന്നു വേണ്ടുന്നത്. അതിൽ ടീന മാം ഇതുവരെയും സൈൻ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പതിവ് പോലെ ടീന മാം നേരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യങ്ങളുണ്ട്, അതും നീ പൂർത്തിയാക്കണം. ഇനി അടുത്ത ടാസ്ക് എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. എന്തായിരിക്കും? അപ്പൊ തന്നെ ടീന മാം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കുട്ടിക്കാലം തൊട്ടേ തുടങ്ങിയൊരു ആഗ്രഹമാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, എനിക്കൊരു മൂവി കാണണം. ആ മൂവി ഞാൻ ടി വിയിൽ പ്ലേ ചെയ്യും. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നീ ഞാനും കൂടി ഇരുന്ന് കാണും. പിന്നെ ജസ്റ്റ് ഹൊററുണ്ട്, അങ്ങനെ ഒരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പം അതിനകത്ത് പേടിക്കാതെ നീയും ഞാനും ഇരിക്കണം, അതാണ് ഇതിൻ്റെ ടാസ്ക്. ഈ ഫൈനൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സൈനും വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാം എന്ന് തന്നെ ടീന മാം എൻ്റെ അടുത്ത് പറഞ്ഞു. ശരിക്കും ഒരു കളിതമാശ പോലെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മൂവി ഇട്ട സമയത്ത് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി. പക്ഷേ ആ ടൈമിലാണെങ്കിൽ ടീന മാം കുലുങ്ങിയില്ല, ഞാനും പേടിക്കാത്ത കണക്ക് ഇങ്ങനെ അഭിനയിച്ചിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഹൊറർ മൂവീസൊന്നും ഞാനധികം കണ്ടിട്ടില്ല. അങ്ങനെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഓരോരോ സീൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കയറി. അതിൽ റൊമാൻറ്റിക്സ് ഉണ്ടായിരുന്നു, കോമഡീസ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഞാൻ ആസ്വദിച്ചിരുന്ന് കണ്ടു. ടീന മാമിനാണെങ്കിൽ നല്ലൊരു കമ്പനിയും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ടീന മാം എന്തോ ഒരു സാധനം ഒഴിച്ചുകൊണ്ടുവന്ന് എൻ്റെ കയ്യിലേക്ക് തന്നു. ഇതും കുടിച്ചുകൊണ്ടിരുന്ന് നമുക്കിരുന്ന് സിനിമ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നാടൻ ആളുകളുടെ കണക്കിനെ ടീന മാം എൻ്റെ അടുത്ത് പെരുമാറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുവരെയും ഇത്രയും പ്രൊഫഷണലായിട്ട് അത്രയും അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ടീന മാം തന്നെയാണോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ അതിശയിച്ചു പോയി. അതിനുശേഷം കുറേ സമയം ഞങ്ങളിന്ന് ടി വിയെല്ലാം കണ്ട് അങ്ങനെ അത്രയും നേരം ആ ഒരു പ്രൊഫഷണൽ ടോക്സും കാര്യങ്ങളെല്ലാം മാറി. പിന്നെ ഒരു നാടൻ സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടേ അടിയും തമാശയും കാര്യങ്ങളൊക്കെ ആയി.
അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ടീന മാമിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരുപാട് കമ്പനി ചെയ്തു, പിന്നെ എനിക്ക് നിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ചെയ്ത് തരികയാണ്. പിന്നെ ഇത് കണക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരിക, നമുക്കിങ്ങനെ എന്തെങ്കിലും കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് സംസാരിച്ചിരിക്കാൻ ആരുമില്ല, കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെ ഒരു ശരണവും കാര്യങ്ങളൊക്കെ. ഏതായാലും നിനക്കെല്ലാം സൈൻ ചെയ്ത് ഞാൻ തന്നിരിക്കുന്നു, നിന്റെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീന മാം നല്ലൊരു സ്ത്രീയായിട്ട് എനിക്ക് നല്ലൊരു ഇത് തന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇതാണ് ഈ ഒരു കഥ. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഭാഗം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറേയധികം പെൻഡിങ് വർക്ക്സ് ഉണ്ട്, അപ്പം അതിൻ്റെ എല്ലാം സ്റ്റോറി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.